ഹായ് ഓൾ, ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് പറയുന്നത് വാസലിനെ കുറിച്ചാണ്. വാസലിനെ കുറിച്ച് നമ്മൾ മലയാളികൾക്ക് അധികം അറിയില്ല. ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും, നമ്മൾ അത് അലമാരയിൽ അങ്ങനെ വെക്കും. കുറേ കഴിയുമ്പോൾ ഒന്ന് എടുക്കും, അത്ര തന്നെ. യൂസ് ചെയ്യാതെ കുറേ കഴിയുമ്പോൾ നാശമാവാറുമുണ്ട്. വാസലിൻ എന്നത് ഒരു ബ്രാൻഡാണ്. ഇതിൻ്റെ പേര് പെട്രോളിയം ജെല്ലി എന്നാണ്. വാസലിൻ എന്ന് പറയുമ്പോൾ നാച്ചുറൽ വാക്സ് ആണ്. ധാരാളം മിനറൽ ഓയിൽസും അടങ്ങിയിട്ടുണ്ട്. വെയിലത്ത് പോകുമ്പോൾ ആരും വാസലിൻ യൂസ് ചെയ്യരുത്. വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രിയൊക്കെ യൂസ് ചെയ്യുക. നിത്യജീവിതത്തിൽ വളരെ ഉപകാരങ്ങൾ വാസലിൻ കൊണ്ട് നമുക്ക് ഉണ്ട്. വാസലിൻ്റെ പ്രയോജനങ്ങളെ കുറിച്ച് പറയാം. കിടപ്പ് രോഗികൾക്ക് ഇത് വളരെ നല്ലതാണ്. വാസലിൻ അവരുടെ പൊട്ടുന്ന ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കണം. മറ്റെല്ലാത്തിനേക്കാളും നല്ലത് വാസലിനാണ്. ഫുള്ളായി തേച്ച് കെടുത്തിയാൽ ബെഡ് സോർ വരുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ കോൾഡൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് അലർജി ഉള്ളവർക്ക് മൂക്ക് പിഴിഞ്ഞ് ചിലപ്പോൾ പൊട്ടും, ഇല്ലെങ്കിൽ നല്ല വേദന ഒക്കെ ഉണ്ടാകും. ആ ടൈമിൽ വാസലിൻ ഒരു നുള്ളു മൂക്കിൻ്റെ ഭാഗത്ത് പുരട്ടിയാൽ മതി. പിന്നെ മൂക്കിൻ്റെ ഡ്രൈനസ് ഒക്കെ ഒഴിവാക്കാം. ഇത് വളരെ നല്ലതാണ്. പിന്നെ കയ്യിലും കാലിലുമുള്ള എല്ലാ ഡ്രൈനസും ഒഴിവാക്കാനും വാസലിൻ നല്ലതാണ്. കുറച്ചെടുത്താൽ മതി. ഉപ്പൂറ്റുവേദനയ്ക്ക് ഇത് വളരെ നല്ലതാണ്. കാലുകൾ നന്നായി ക്ലീൻ ചെയ്ത് വേണം അപ്ലൈ ചെയ്യാൻ. നവംബർ ഡിസംബറിൽ ഇത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ കാലുകൾ ക്ലീൻ ചെയ്ത് വേണം തേക്കാൻ. പിന്നെ ചുണ്ട് പൊട്ടുന്നതിന് ഇത് വളരെ നല്ലതാണ്. പിന്നെ കൺതടങ്ങളിലും കൺപോളകളിലുമുള്ള ഡ്രൈനസ് വരികയാണെങ്കിൽ വാസലിൻ ഒരല്പം എടുത്ത് മെല്ലെ മസാജ് ചെയ്യുക. ഡ്രൈനസ് ഒക്കെ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ്. മേക്കപ്പ് കളയുന്നതിനും ഇത് വളരെ നല്ലതാണ്. പിന്നെ മോതിരമോ വളയോ ഒക്കെ ഊരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരല്പം വാസലിൻ തേച്ചാൽ പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാം. അതുപോലെ വള ഇടാനും ഇതൊരല്പം തേച്ചാൽ മതി, പെട്ടെന്ന് ഇടുകയും ചെയ്യാം. പിന്നെ മുടിയുടെ അറ്റം വിണ്ട് കീറുന്നതിന് ഇതൊരല്പം മസാജ് ചെയ്ത് പുരട്ടിയാൽ മതി. കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഇത് മാറുന്നതായിരിക്കും. രാത്രി പുരട്ടിയിട്ട് രാവിലെ വാഷ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ബാഗിൻ്റെ സിബ്, പേഴ്സ് ഒക്കെ ടൈറ്റ് ആവുമ്പോൾ ഇതൊരല്പം പുരട്ടിയാൽ മതി. അപ്പോൾ തുറക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ പുരികം ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഇതൊരല്പം തേച്ചാൽ മതി. നല്ല കറുപ്പ് കിട്ടും. പുരികത്തിന് കട്ടി പുരികം ഉണ്ടല്ലോ, അവിടെ ഇത്തിരി തേക്കുന്നത് നല്ലതാണ്. പൊള്ളലേറ്റാൽ പെട്ടെന്ന് വാസലിൻ പുരട്ടിയാൽ മതി. നീറ്റൽ മാറുകയും മുറിവ് ആവുകയുമില്ല. നിറം മങ്ങിയ ലെതറിൻ്റെ ബാഗ്, പേഴ്സ് ഒക്കെ ഒരല്പം വാസലിൻ എടുത്ത് തുടച്ചാൽ നല്ല ഗ്ലേസിങ് കിട്ടും. അതുപോലെ ഷൂ ഒക്കെ പോളിഷ് ചെയ്യാനും വാസലിൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ കുറേ നേരം അതിൻ്റെ സ്മെൽ നിലനിൽക്കാൻ ആദ്യം ഇത്തിരി വാസലിൻ നമ്മുടെ കയ്യിൽ തേച്ച് പിന്നെ പെർഫ്യൂം അടിച്ചാൽ മതി. ചില സമയത്ത് വാതിലടയ്ക്കുമ്പോൾ ഒക്കെ സൗണ്ട് വരാറുണ്ട്. ഈ ഭാഗത്ത് ഒരു ഇത്തിരി വാസലിൻ തേച്ച് കൊടുത്താൽ മതി. ഫാൻസി കമ്മലൊക്കെ കുറേ കാതിലിടുമ്പോൾ ഒക്കെ നല്ല വേദന ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ആ ടൈമിലൊക്കെ ഇത്തിരി വാസലിൻ തേച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് മാറുന്നതായിരിക്കും. കാതിൽ കമ്മൽ ഇടാനും ഇത് എളുപ്പമാണ്. ചില ടൈമിൽ ലോക്കൊക്കെ നല്ല ടൈറ്റായി തുരുമ്പായി ഒക്കെ വന്നാൽ ഒരല്പം വാസലിൻ പുരട്ടിയാൽ മതി. പിന്നെ കണ്ണാടിയൊക്കെ വെട്ടിത്തിളങ്ങാൻ ഒരല്പം വാസലിൻ തേച്ച് നനഞ്ഞ പേപ്പർ കൊണ്ട് തുടച്ചാൽ മതി. കണ്ണാടി വെട്ടിത്തിളങ്ങും. അതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ഒരു തുരുമ്പ് ഉണ്ടായാൽ അത് ദ്രവിച്ചു പോകും. ഇതിൻ്റെ അറ്റഭാഗമൊക്കെ നാശമായാൽ പാത്രം വയ്ക്കാൻ പറ്റാതെയാവും. ഇതൊഴിവാക്കാൻ ഒരല്പം വാസലിൻ ഇടയ്ക്കിടയ്ക്കൊന്ന് പുരട്ടിക്കൊടുത്താൽ മതി. പിന്നെ അത് മാറ്റേണ്ട ആവശ്യം വരികയില്ല. ഇനി തീപ്പൊട്ടിക്കൊള്ളി നനവുണ്ടായാൽ ഈർപ്പമുണ്ടെങ്കിലോ കത്താൻ പ്രയാസമായിരിക്കും. അപ്പോൾ തീപ്പെട്ടിക്കൊള്ളിയിലെ മരുന്നിൻ്റെ ഭാഗത്ത് ഒരല്പം വാസലിൻ പുരട്ടിയാൽ മതി, പെട്ടെന്ന് കത്തിപ്പിടിക്കും. അപ്പോൾ അലമാരയിൽ ഇരിക്കുന്ന വാസലിനൊക്കെ എല്ലാവരും ഒന്ന് പുറത്തെടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും.